വഴിയരികിൽ തളർന്നു വീണ സ്ത്രീക്ക് രക്ഷകരായി 3 കുട്ടിത്താരങ്ങൾ. കണ്ണൂർ ചൊക്ലിയിലെ VP ഓറിയന്റൽ ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ ശ്രദ്ധേയരാകുന്നത്. തളർന്നു വീണ സ്ത്രീയുടെ കാല് തിരുമ്മിയും വെള്ളം കൊടുത്തും രക്ഷാപ്രവർത്തനം നടത്തുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെ ഈ കുഞ്ഞുങ്ങൾക്ക് അഭിനന്ദന പ്രവാഹമാണ്. 6ാം ക്ലാസ് വിദ്യാർത്ഥിനികളായ ഐഷ അലോന, ഖദീജ കുബ്ര, നഫീസത്തുൽ മിസ്രിയ എന്നിവരാണ് സ്നേഹത്തിന്റെ മാലാഖമാരായി മാറിയത്. നമുക്കും ആ നല്ല കാഴ്ചയൊന്ന് കാണാം ആദ്യം. 2 ദിവസം മുമ്പ് റിപ്പോർട്ടർ ചാനലിൽ വന്നൊരു ന്യൂസാണ്. കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നു. ഇന്നാണ് ഞാനത് സത്യത്തിൽ കാണാനിടയായത്. ഓക്കെ, ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷവും പിന്നെന്താ പറയണ്ടേ, ഇതിനെക്കുറിച്ച് സംസാരിക്കണമെന്നും തോന്നുകയും ചെയ്തു. കാരണം ആ ഒരു സിറ്റുവേഷനിൽ എത്ര ആൾക്കാർ അവിടെ നിൽക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ? അവിടെ ആ കുട്ടികൾ എല്ലാ കാര്യത്തിലും നല്ല സ്മാർട്ടായിട്ട് അവർ ഓരോ കാര്യങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്തേ. ചില ആൾക്കാർ ഈ നാണക്കേട് കൊണ്ട് ഇതൊന്നും ചെയ്യത്തില്ല. അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. അയ്യോ, നമ്മൾ ചെയ്ത് ചിലപ്പോൾ ഷോ ഓഫ് കാണിക്കാൻ വേണ്ടി വന്ന് നിൽക്കുകയാണോ, അങ്ങനെയുള്ള ചിന്താഗതിയുള്ളവരൊക്കെ ഉണ്ട്. കാരണം ആൾക്കാർ പോകത്തില്ല, മാറി നിൽക്കാനേ ശ്രമിക്കത്തുള്ളൂ. പിന്നെ ചില ആൾക്കാർ സഹായിക്കുന്നത് കണ്ടിട്ട് ചിലവർ മാറി നിൽക്കും. എന്തിനുള്ള വള്ളിക്കെട്ടൊക്കെ വലിച്ചു വെക്കാൻ നോക്കുന്നത്, അതിനേക്കാളും നല്ലത് നമ്മൾ നമ്മുടെ കാര്യം നോക്കി പോയാൽ മതി എന്നും ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ ചില ആൾക്കാർ മനഃപൂർവ്വം ഒന്നിനും പോയി ചെയ്യത്തുമില്ല. കാരണം പണി കിട്ടും, കാരണം ഒരു കാര്യത്തിൽ ഇടപെട്ട് അവസാനം എല്ലാം കൂടെ നമ്മുടെ നെഞ്ചത്തോട്ട് വരുന്ന അങ്ങനെയും ചിന്തിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. പക്ഷേ ഈ 3 കുട്ടികളുണ്ടല്ലോ, കണ്ടപ്പോൾ നമുക്ക് കൈയടിക്കാൻ തോന്നിയൊരു സംഭവം തന്നെയാണ്. എന്തായാലും ഞാൻ ബാക്കിയും കൂടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഒന്ന് വെച്ചാൽ നിങ്ങളൊന്ന് കണ്ടു നോക്കും, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അതിനകത്ത് പറയുകയും ചെയ്യണം. കാരണം വളർത്തേണ്ട എന്ന് വെച്ചാൽ ഇങ്ങനെ വേണം. പിന്നെ ആ സ്ഥലത്തെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്ന അധ്യാപകരോടും നന്ദി പറയണം. കാരണം അതുപോലാണ്, കാരണം അവർക്ക് അതുപോലെ. പിന്നെ ഒരുപാട് കമൻസൊക്കെ ഇതിൻ്റെ ഇടയിൽ വന്നിട്ടുണ്ട്, മദ്രാസിൽ പഠിപ്പിച്ചതിൻ്റെ ഗുണങ്ങളും കാര്യങ്ങളും ആണെന്നൊക്കെ. അതിൻ്റെ ഇടയിൽ കുറേ ആൾക്കാരൊക്കെ നെഗറ്റീവ് കമൻറ്റ് ഇടാൻ വരുന്നുണ്ട്. ചിലവരൊക്കെ ഓഹോ ഇനിയിപ്പോൾ അത് കയറ്റി വിട് ഇത് കയറ്റി വിട് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ. നല്ലത് കണ്ടാലും അതിൻ്റെ ഇടയിലും കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന കുറേ വശങ്ങളുള്ള അതാണ് സത്യത്തിൽ. അതൊന്നും നമ്മളിവിടെ സംസാരിക്കേണ്ട, നമുക്ക് നല്ല കാര്യത്തിലോട്ട് പോകാം. എന്തായാലും ബാക്കി ആ വീഡിയോസ് ഒന്ന് നോക്കാം. ഓട്ടോറിക്ഷ ഡ്രൈവറാണ് ഇങ്ങനെ നോക്കിയോണ്ട് നിൽക്കുന്നത്. നമ്മൾ മൈൻഡ് ചെയ്യാണ്ടേലും റോഡ് കടക്കാൻ പോകുന്നില്ല. അപ്പോൾ അവിടെ നെഫീസ തൂക്കി കൊടുക്കുന്ന കേട്ട് നോക്കിയപ്പോൾ ആ ചേച്ചി അപ്പാടെ വീണെടുത്ത്. അപ്പാടെ ഞാനും ആയിഷയും ഓടിപ്പോയിട്ട് കാല് തടി കൊടുത്ത്, നല്ല കാലടി കൊടുത്ത്. ഇവൾ ആരെയോ ഒരു വണ്ടിയിൽ നിന്ന് കഴിഞ്ഞ് ഓരോട് ചോദിച്ചിട്ട് സാരി വാങ്ങിയിട്ട് കൈ പിടിച്ചു കൊടുത്ത്. എന്നിട്ട് ഞാൻ നെഞ്ഞ് തടി കൊടുക്കുമ്പോൾ ഇവൾ കൈയെല്ലാം തടി കൊടുത്ത്, നമ്മളെല്ലാം തടി കൊടുത്ത്. അപ്പോൾ ആര് വെള്ളമൊന്നും കൊടുക്കുന്നില്ലായിരുന്നു. അപ്പം നമ്മൾ അന്ന് ഏച്ചി വെള്ളം തരുമെന്ന് ചോദിച്ചു. അപ്പോൾ ഏച്ചി വെള്ളം തന്ന്. അപ്പം നമ്മൾ കുറച്ച് കൊടുത്ത്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾക്ക് ബോധം വന്ന്. അപ്പം നമ്മൾ ചോദിച്ചു ഏച്ചി ഇനി വേണോ? അപ്പോൾ ഇവിടെ വന്ന് വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ കുറേ കഴിഞ്ഞ് അപ്പോൾ ഏച്ചിക്ക് മെല്ലെ ബോധം വന്നപ്പോൾ നമ്മൾ അവിടെ എണീപ്പിച്ചിട്ട് ഓട്ടോറിക്ഷയിൽ ഇരുത്തി. എന്നിട്ട് ഒരു പറഞ്ഞ് കണ്ണൂർ ഹോസ്പിറ്റലിലേക്ക് പോകുന്നതാണ്. അവിടെ ചെരുപ്പെല്ലാം എടുത്തു കൊടുത്ത്. അപ്പോൾ അവിടെ ഒരാൾ പറയുന്ന വൈകിയ അച്ഛനുണ്ടെന്നെ, ഒരാൾ പറയുന്ന ഇത് ഇവലെ മക്കളാണോ? അപ്പോൾ വൈകിയ അച്ഛൻ പറഞ്ഞ് ഇത് ഇവലെ മക്കളല്ല, ഈ സ്കൂൾ കുട്ടികളാണ്. അപ്പോൾ ഒരു പറയുന്നത് ഈ സ്കൂൾ കുട്ടികളായാലും ഇങ്ങനെ വേണം, ഇതാണ് ശരിക്കും സ്കൂൾ കുട്ടികൾ. അപ്പോൾ അവിടെ ഒരാൾ ചോദിച്ച് ഇവളോട് ഇവള് ചേർച്ച് ചോദിച്ചതിനോട് ഇത് കണ്ടു കഴിയുമ്പോൾ നമുക്കൊരു മറുപടിയും പറയാൻ പറ്റത്തില്ല സത്യം പറഞ്ഞാൽ. കാരണം അവരുടെ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? ഞാനിത് കണ്ടപ്പോഴും അവരുടെ ഓരോ വാക്കുകൾ കേൾക്കുമ്പോൾ എനിക്ക് ചിരിയും സന്തോഷവും ഒക്കെ വരുവാണ് കണ്ടിട്ട്. എനിക്കിപ്പം പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ നിങ്ങളോട് പറയണം. മധ്യപ്രദേശിലൊരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു. ജയ് ശ്രീറാം വിളിക്കെന്നും പറഞ്ഞിട്ട്
ശ്രീറാം വിളിക്കാൻ വേണ്ടി RSS ടീംസുകൾ ആരെയൊക്കെ എടുത്ത് അടിക്കുന്നത്, അതൊക്കെ ഒന്ന് കാണണം. സത്യം പറഞ്ഞാടാ, ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇതാണ് നമ്മുടെ രാജ്യത്ത് ഒരു ഭാഗത്ത് നല്ലത് ചെയ്യാൻ കുറേ ആൾക്കാരുണ്ട്, ഇപ്പുറത്താണെങ്കിലോ എല്ലാം നശിപ്പിച്ചുകൊണ്ട് വരാൻ കുറേ ടീംസുകൾ. പറഞ്ഞിട്ട് കാര്യമില്ല. മധ്യപ്രദേശിലെന്ന് പറയുമ്പോൾ അവിടെ ജയ് ശ്രീറാം, അവിടെ ഒന്നും ഒരു ഇതില്ല സത്യത്തില. ചുമ്മാ ഇങ്ങനെ അന്ധവിശ്വാസങ്ങളും ഈ ഹിന്ദു മുസ്ലിം അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിപ്പിക്കുക. എന്തിന് പള്ളിയിൽ പോലും അവിടെ കൊണ്ടുവന്നിട്ട് അവന്മാരുടെ ഇഷ്ടമുള്ള ഫുഡുകളും കാര്യങ്ങളും വിളമ്പാൻ വേണ്ടി ഇത് ചെയ്യുക. കാരണം അവിടെ എല്ലാം അങ്ങനെ കുറേ ടീംസുകളുണ്ട്. ഞാനിതൊക്കെ ആലോചിക്കും, ഇത് എങ്ങോട്ടാണ് നമ്മുടെ രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള രീതിയിലാണ്. ഇത് സത്യം പറഞ്ഞാൽ കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളാണ്. ഇതിങ്ങനെയാണ്, ഇവിടെ കേരളം ഇങ്ങനെയാണ്. പിന്നെ ഇവിടെയും കുറേ കുഴുപ്പുത്തുകളൊക്കെ ഉണ്ട് ചിലവന്മാരൊക്കെ. VK ബൈജുനെ പോലുള്ള പല പൊട്ടാസിനൊക്കെ ഉണ്ടായ ടീംസുകളൊക്കെ കിടന്ന് ഇങ്ങനെ പറയും. നമ്മളത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊക്കെ അവനെപ്പോലുള്ളവന്മാരൊക്കെ ഇതുപോലുള്ള വീഡിയോസൊക്കെ കണ്ടു പഠിക്കേണ്ട ഒരു കാര്യങ്ങളാണ് സത്യത്തിൽ. എനിക്കിത് പറയണമെന്ന് തോന്നിയായിരുന്നു. ആ മധ്യപ്രദേശിലെ കാര്യം ഞാൻ ആലോചിക്കുക. ജയ് ശ്രീറാം വിളിക്കാൻ വേണ്ടി ഓരോ തോന്നിവാസങ്ങൾ കാണിച്ചു കൊടുക്കുന്ന ചെറ്റകൾ, നീ ഇതൊക്കെ കാണണം. കാരണം ഈ സ്നേഹം എന്താണ്, അല്ലെങ്കിൽ മനുഷ്യനെ എങ്ങനെ കാണണമെന്നൊന്നും ഇവനെപ്പോലുള്ളവന്മാർക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. എന്തായാലും ഈ കുട്ടികളോട് നമുക്ക് എന്താ പറയണ്ടേ, ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് എങ്ങനെ പറയണമെന്ന് അറിയാൻ പറ്റില്ല. പ്രത്യേകിച്ച് അച്ഛനമ്മമാരോടും പിന്നെ ഇവരെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനോടാണെങ്കിലും നന്ദി മാത്രമേ ഉള്ളൂ. കാരണം ഈ കാലഘട്ടത്തിൽ ഇതൊക്കെ കാണാൻ കഴിയുന്നത് ഭയങ്കര സന്തോഷമാണ് സത്യത്തിൽ. ഈ വീഡിയോ ഞാൻ ആദ്യം കണ്ട സമയത്ത് അവിടെ ഉള്ള ചുറ്റിനുള്ള ആൾക്കാർ വെറുതെ ഇങ്ങനെ നിൽക്കുകയെന്നായിട്ടാണ് ഫീൽ ചെയ്തത്. പക്ഷെ അങ്ങനെയല്ല, അതിനകത്തുനിന്നൊരു ചേട്ടൻ പോയി താക്കോലെടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ നിങ്ങൾ ആ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഇത് ഫുൾ വീഡിയോ റിപ്പോർട്ടർ ചാനലിനകത്തുണ്ട്. ഞാൻ ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ പ്രായം ചെന്ന ആൾക്കാരും കൂടാണ്. ആരെയും നമ്മൾ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ഈ കുട്ടികളെ എടുത്തു പറയേണ്ട കാര്യങ്ങൾ തന്നെയാണ്. നമ്മൾ പറയുമ്പോൾ എല്ലാം പറയണം. ഇപ്പോൾ അവിടെ നിൽക്കുന്നവരെ എല്ലാവരും കൂടെ നെഗറ്റീവ് അടിക്കുന്നുണ്ട്. ഞാൻ തന്നെ ഈ വീഡിയോയുടെ തുടക്കം അങ്ങനെയാണ് പറഞ്ഞു വന്നെങ്കിലും ഞാനിപ്പോൾ ഇവിടെ ആ വീഡിയോ ഒന്നും കൂടി ഇരുന്ന് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് കാര്യങ്ങൾ മനസ്സിലായത്. പിന്നെ ഇതുപോലെ ഇനി ഇതൊക്കെ എടുത്തുകൊണ്ട് പോയി വിഷം കുത്തിവെക്കുന്ന കുറേ ടീംസുണ്ട്. അവന്മാരെയൊക്കെ ഭസ്മമാക്കി വിടേണ്ട സമയം ഉടനെ തന്നെ ആവും, അത് ഉറപ്പാണ്. കൂടുതലൊന്നും ഞാനിവിടെ പറയുന്നൊന്നുമില്ല. ഓക്കെ ഗൈസ്, നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്ബും ഒക്കെ ചെയ്യുക. ബൈ, ലവ് യു.